കഴിഞ്ഞ 50 കൊല്ലങ്ങളോളമായി നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന സ്പൈ ആക്ഷൻ സിനിമകളാണ് ജെയിംസ് ബോണ്ട് സിനിമകൾ. ജെയിംസ് ബോണ്ട് 1962 ഇറങ്ങിയ ആദ്യത്തെ ബോണ്ട് സിനിമയായ ഡോക്ടർ നോ മുതൽ 2021 ഇറങ്ങിയ നോ ടൈം ടു ഡേ വരെ എത്തി നിൽക്കുമ്പോൾ ഏകദേശം 25ഓളം ബോണ്ട് സിനിമകളും അതിലൂടെ മികച്ച ബോണ്ട് നടന്മാരെ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ നോ ടൈം ടു ഡേ ഇറങ്ങിയതിന് ശേഷം അടുത്ത ബോണ്ട് ആരായിരിക്കും, അടുത്ത ബോണ്ട് സിനിമ എന്ന് റിലീസ് ചെയ്യും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ബാക്കിയായിരുന്നു. ഇതുവരെ അതിനെക്കുറിച്ച് യാതൊരു അപ്ഡേറ്റും ഇല്ലാതിരുന്നതും ബോണ്ട് സിനിമകളുടെ ഓണേഴ്സായ ഇയോൺ പ്രൊഡക്ഷൻസും ആമസോണും തമ്മിലുള്ള തർക്കം കാരണമായിരുന്നു. 2022 ആമസോണുമായി ചേർന്ന് സിനിമകൾ ചെയ്യാൻ ഇയോൺ പ്രൊഡക്ഷൻ തീരുമാനിക്കുന്നത്. അതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിടുന്നത്. ബോണ്ട് സിനിമകളെ നമ്മൾ ഇതുവരെ കണ്ടതുപോലെ ഒരു ട്രഡീഷണൽ രീതിയിൽ തിയേറ്ററിക്കൽ റിലീസായി കൊണ്ടുപോകാനാണ് ഇയോൺ പ്രൊഡക്ഷൻസ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ആമസോണിന് ജെയിംസ് ബോണ്ടിലൂടെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന് തുടക്കമിടാനും അതൊരു TV സീരീസ് ആക്കണമെന്നുമാണ് ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജെയിംസ് ബോണ്ട് സിനിമകൾ എക്കാലത്തും നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുന്ന ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ആക്ഷൻ സ്പെക്ടക്കിൾ സിനിമകളായിരുന്നു. മറ്റ് സ്പൈ ആക്ഷൻ സിനിമകളിൽ നിന്ന് ബോണ്ട് സിനിമകളെ വ്യത്യസ്തമാക്കുന്നതും ആ ബ്രാൻഡ് വാല്യൂ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ജെയിംസ് ബോണ്ടിനെ ആമസോൺ പൂർണ്ണമായിട്ട് വാങ്ങിയതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് അതുണ്ടാക്കിയത്. ഇനി ചിലപ്പോൾ വോക്ക് കൾച്ചറിൻ്റെ ഭാഗമായി ഒരു ഫീമെയിൽ ബോണ്ട് വരെ വന്നേക്കാം എന്ന തരത്തിലുള്ള ട്രോളുകൾ വരെ വന്നു തുടങ്ങിയിരുന്നു. ആമസോൺ അത്തരത്തിലൊരു ചേഞ്ച് കൊണ്ടുവരാതെ ജെയിംസ് ബോണ്ടിനെ ജെയിംസ് ബോണ്ടായി തന്നെ നിർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.